இந்தியாவில் கேரள மாநிலத்தில் ஒரு மாலை பொழுதில் ഒരു വീട്ടിൽ നടക്കും കാര്യം. ഒരു അമ്മ ഇന്റർനെറ്റിൽ സീരിയൽ കാണുന്നു. സന്തോഷപൂർവ്വം ആ മുഖത്തെ കണ്ടാ പറയാ എന്തൊരു സന്തോഷം. സീരിയൽ കണ്ടോ? അവിടെ എന്തായാലും സീരിയൽ കാണുന്ന ഒരു അമ്മ. പിന്നെ നമ്മുടെ പ്രധാന ജോലി പഠിത്തമാണ്, വിദ്യാഭ്യാസം നമ്മൾക്ക് ഏറ്റവും വലുതാണ്. ആ കാര്യം ഒരു മരുന്നിന് പോലും ആലോചിക്കാണ്ട് വളരെ ആസ്വദിച്ച് വൈകുന്നേരം കാർട്ടൂൺ ചാനൽ കാണുന്ന രണ്ട് കൊച്ചു കുട്ടികൾ. അതിൽ ഒന്ന് യൂണിഫോം മാറ്റാൻ പോലും സമയമില്ല, അത്രയ്ക്കും തിരക്കിലാണ് നമ്മുടെ ഈ ഏതാ ടി വി, ഇത് കൊച്ചു ടി വി കാണുന്ന മക്കൾ. എന്തൊരു സന്തോഷം ഈ ടി വി കാണുമ്പോൾ, ഈ മൂന്നിലെ കാണുന്ന ഈ പുഞ്ചിരിയും ഇതൊക്കെ. ഇപ്പം ഒരു ഒറ്റ വാക്ക് പറയുമ്പോൾ അത് എങ്ങനെ മാറുന്നു നമുക്ക് നോക്കാം. ഓക്കെ, നിന്റെ പ്രധാന ജോലി എന്താ? നിന്റെ പ്രധാന ജോലി എന്താ? പടി പോ. ഇപ്പൊ ഈ മുഖഭാവം കാണാം. പഠനം പറയുമ്പോൾ ആ മുഖത്തിൽ കാണുന്ന ആ മാറ്റങ്ങളെ, മുഖത്തിൽ വരുന്ന ദേഷ്യവും ആ ഒരു വിഷമവും എന്തൊക്കെയാ കാര്യങ്ങളാ, ആവശ്യമുള്ള കാര്യത്തിന് എന്തൊക്കെയാ. ഇതാ ഇങ്ങോട്ട് തിരിക്കാനേ പറഞ്ഞില്ല, ക്യാമറ ഇങ്ങോട്ട് നോക്കടാ. എന്തായാലും നമുക്കുള്ളത് രണ്ട് ചോയ്സ്. ഒന്നെങ്കിൽ ജീവിതം ആശ്വസിക്കുക. നീ എന്തിനാ മൂന്ന്, എന്തിനാ ഓഫ് ചെയ്തേ? എന്തിനാ വലിച്ചെറിഞ്ഞേ റിമോട്ട്? എന്തിനു ഇഷ്ടമില്ലാത്തത് കൊണ്ട്? നീ എന്തിനാ നിന്റെ കണ്ണ് എന്തിനാ കളങ്ങുന്നുണ്ട്? പഠിക്കാൻ പറഞ്ഞപ്പോ വരുന്ന വിഷമങ്ങള്. ഒരാൾക്ക് പരീക്ഷ കഴിഞ്ഞു. കേട്ടോ, പഠനം പറയുമ്പോ എങ്ങനെയൊക്കെയാ കരയുന്നു, എന്തൊക്കെയാ ഭാവങ്ങൾ, എന്തൊക്കെയാ കാര്യം. എന്നെ ഇതിനോടെ തല്ലുന്നേ? ഞാൻ എന്നോടൊന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ ഒന്നും ചെയ്തിട്ടേ ഇല്ലടാ. ഇവള് സ്വന്തം ഞാൻ എന്തെങ്കിലും ഈ കയ്യിലെ ക്യാമറ, ഇവിടെ എന്നെ കണ്ട് ഈ ഭാവങ്ങളൊന്ന് മാറ്റാൻ വന്നതാ. നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ മക്കളോട് പറയേണ്ടത് കാര്യം എന്താ? ഇല്ലല്ല, പഠിക്കാൻ പറഞ്ഞാൽ ഇത്രയ്ക്ക് സംഭവിക്കും. തേജുകുട്ടാ, ഇന്ന് നിനക്ക് റെസ്റ്റാണ്. നീ ടി വി കണ്ട് ആസ്വാദിക്ക് ജീവിതം. ആണോ? ഓണത്തിന് എടാ പൂക്കളൊക്കെ പറിച്ചോ തേജുകുട്ടി? എവിടെന്നാ? എന്നാ മൂക്കറിയത്തില്ലേ? എന്നാ നീയല്ല പൂക്കളൊക്കെ പറിക്കാൻ നാളെ തേജുകുട്ടി? കുഞ്ഞാ, നീ പൂ പറിക്കാൻ പോയില്ല? ഈ കുടുംബത്തില് സുപരിചിതനായ ഒരാളുണ്ട്. ആരായിരിക്കും? ഈ കാര്യങ്ങളൊക്കെ പറയുന്ന, ഇതൊക്കെ നടക്കുന്ന ഒരാള്. ആ മുഖത്തെ കണ്ടാല് നിങ്ങൾ നെട്ടിപ്പോകും. അങ്ങനെ ഒരു മുഖത്തെയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ലൂസ് പെണ്ണ്. ഇതാണ് ഒരു ലൂസ് ഭർത്താവും. ആ കയ്യില് ഈശോ കർത്താവേ. ഒരു ഭാര്യയുടെ കയ്യിലുള്ള കാര്യങ്ങളാണ്. ഭർത്താവ് അടുത്ത് വരുമ്പോൾ കുത്താൻ ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ് ഈ ഇത്, എന്താ, ഈ സൂചി. അപ്പം ഇങ്ങനെ ഒരു സംതൃപ്ത ഒരു കുടുംബം കേരളത്തിൽ ജീവിക്കുന്ന ഒരു വൈകുന്നേരത്തെ കാണുന്ന കാഴ്ചപ്പാടുകളാണ്. മനസ്സിലായോ? ഈ കുടുംബം ഇങ്ങനെ ഒരു ദിവസം ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരുമിച്ച്. ഇപ്പൊ നോക്കിക്കോ, അമ്മ ഒരു സൈഡ്, അച്ഛൻ ഒരു സൈഡ്, പിന്നെ ഇവരുടെ മക്കള് രണ്ടും ഒരു സൈഡ്. നോക്കിക്കോ എങ്ങനെയാ ജീവിതം. ആശ്വസിക്കുക ജീവിതം, ആശ്വസിക്കുക ജീവിതം, ആശ്വസിക്കുക ജീവിതം.